എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ആ ഹദീസിന്റെ തുടർച്ചയിൽ കാണാം, നിങ്ങളുടെ അമലുകളെ എനിക്ക് കാണിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ നായകനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഖൈറായ ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഖൈറായ അമലുകളാണ് ചെയ്യുന്നതെങ്കിൽ, ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഹംദു ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണുന്ന മാത്രയിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അതിന്റെ ആനന്ദം കൊണ്ട് ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഹംദു ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ ഷർറാണെങ്കിലോ മോശമാണെങ്കിലോ അത് കാണുന്ന മാത്രയിൽ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറു ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നേതാവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തുകളായ നമ്മുടെ കർമ്മങ്ങളെ കാണുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചലനങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ചകളിൽ സാധാരണ നമ്മൾ പറയാറില്ലേ, വെള്ളിയാഴ്ചകളിലെ സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടും. അതുപോലെ തന്നെ ഉമ്മത്താകുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അല്ലാഹു തആല കാണിച്ചു കൊടുക്കുമ്പോൾ ഖൈറായ ഒരു പ്രവർത്തനമാണ് അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിനെ ഹംദു ചെയ്യുകയും, ഒരു ഷർറായ പ്രവർത്തനമാണ് അവരിൽ നിന്ന് വരുന്നതെങ്കിൽ അവിടുന്ന് അല്ലാഹുവിനോട് മാപ്പ് പറയുകയും ചെയ്യുമെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ നേതാവിനോട് ചില കടപ്പാടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആ പ്രവാചകരുടെ പിന്നിൽ അണിചേരുന്നവരാണ്, ആ നേതാവിനെ ഇഷ്ടം വെക്കുന്നവരാണ്, ആ നേതാവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കാത്ത ഒരാളും എന്റെ പ്രസംഗം കേൾക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തോട് ചേർക്കാത്ത ഒരാളും ഈ സദസ്സിലില്ലല്ലോ. നമ്മളെല്ലാവരും ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ നേതാവിനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണ്, ആ നേതാവ് ജീവിച്ചിരിക്കെ അവരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചതെങ്കിൽ അവിടുത്തേക്കൊരു മണ്ണ് നുള്ളിയിടാൻ ശത്രുക്കളെ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. അവിടുത്തെയുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കാൻ പോലും അവിടുത്തെ പ്രിയപ്പെട്ട അസ്ഹാബ് ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലും അവർക്കിഷ്ടമല്ലാത്തതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം. നമ്മളിപ്പോൾ ജീവിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതല്ലാതെയാകുമ്പോൾ സങ്കടപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഉമ്മത്തിന് വേദനിച്ചാൽ താങ്ങാൻ കഴിയാത്ത നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ വേദനിപ്പിക്കരുത്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് ആ നേതാവിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. മറിച്ച് സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ നേതാവിനെ സന്തോഷിപ്പിക്കുക. ആ നേതാവിന്റെ ഉമ്മത്താകാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരുടെയും ഉമ്മത്തിനേക്കാൾ മഹിമയുള്ള ഉമ്മത്ത് ആരുടേതാണ്? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. എല്ലാ നബിമാരുടെയും ഉമ്മത്തിനു മേലെയാണ്
സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, എന്നെ നീ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി തരുമോ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനു നൽകിയ അനുഗ്രഹങ്ങൾ കണ്ട മാത്രയിൽ സയ്യിദുന കലീമുല്ലാഹി മൂസ നബിയുടെ ചോദ്യമാണ്, പടച്ചവനെ, എന്നെ ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താക്കി തരുമോ? അവിടുത്തെ ഒരനുയായിയായി പിറക്കാൻ എനിക്ക് ഭാഗ്യം നൽകുമോ? അവിടുത്തെ ഉമ്മത്തുകളിൽ ഒരാളായി മാറാൻ എനിക്ക് അവസരം നൽകുമോ എന്ന് മഹാന്മാരായ പ്രവാചകന്മാർ ആഗ്രഹിച്ച പദവിയിലാണ് മുഅ്മിനീങ്ങളെ നമ്മളുള്ളത്. നമ്മൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. ആ ഉമ്മത്ത് ലോകത്തൊരുപാട് പ്രതിസന്ധികളെ അതിജയിച്ചു വന്ന ഉമ്മത്താണ്. മക്കയിൽ നിന്ന് തുടങ്ങുന്ന ആ വലിയ പീഡന പർവ്വങ്ങൾ താണ്ടി മദീന എത്തുന്നു. മദീനയിലും വരുമ്പോൾ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ധാരാളം വിഷയങ്ങളുടെ നടുത്തളങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നു. ആ തൗഹീദ് ലോകം മുഴുവനും പരക്കുന്നു. കിസ്റയും കൈസറും കടന്ന് ലോകത്തിന്റെ അതിർത്തികളെ അതിജയിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും വായിച്ചറിയുന്നത് പോലെ ഗസയിലെ പാവങ്ങളായ മുസ്ലിമീങ്ങളെ കൊന്നുതള്ളുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നടപടികളെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും കൃത്യമായി വിഷയങ്ങളെ മനസ്സിലാക്കുക. ഫലസ്തീൻ അത് അറബികളുടേതാണ്. അതൊരു സയനിസ്റ്റിൻ്റെതും അല്ല, ഒരു ഇസ്രയേലിയുടേതുമല്ല. ആരാണ് ഇസ്രയേലി? 1948 മെയ് 14 വരെ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ ഇല്ല. ലോക മാപ്പുകൾ നിങ്ങൾ തുറന്നു നോക്കൂ. 948 വരെ ഫലസ്തീനുണ്ട്. 1948 മെയ് 14 ഫലസ്തീനിയുടെ നെഞ്ചത്ത് ലോകമാസകലമുള്ള ജൂതന്മാരെ മുഴുവനും കുടിയിരുത്തിയിട്ട് ബ്രിട്ടന്റെയും അതുപോലെ അന്ന് കൈകാര്യകർത്താക്കളായ ചില ആളുകളുടെയും കുബുദ്ധി കാരണം അവിടെ ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടാകുന്നത്. ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന്റെ ചരിത്രത്തെ നമ്മുടെ ചെറുപ്പക്കാർ കൃത്യമായി മനസ്സിലാക്കുക. ഫലസ്തീനിലേക്ക് ജൂതന്മാരായി കടന്നു വന്ന ഇന്ന് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്നയാൾ ഉൾപ്പെടെയുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നയാളുകളാണ്. അവരാരും ഫലസ്തീനിൽ ജനിച്ചതല്ല. ബെഞ്ചമിൻ നെതന്യാഹു ഫലസ്തീനിൽ ജനിച്ചതല്ല. ഏരിയൽ ഷാരോൺ ഫലസ്തീനിൽ ജനിച്ചതല്ല. അവരെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. 10 ലക്ഷത്തോളം അറബികൾ താമസിച്ചുകൊണ്ടിരുന്ന ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ നടുത്തളത്തിലേക്ക് ലോകമാസകലം ചിതറിക്കിടന്ന ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമെന്ന വണ്ണം അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്നുവരെ ലോകത്ത് തീർന്നിട്ടില്ലാത്ത നിലവിളികളുടെ, പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ, കുരുന്നുമക്കളുടെ കരച്ചിലടങ്ങാത്ത, വിഷപ്പടങ്ങാത്ത, അവരുടെ ശരീരങ്ങൾ മയ്യിത്തായി ചിന്നിച്ചിതറിത്തെറിക്കുന്ന കാഴ്ചകളുടെ എല്ലാം ആരംഭമുണ്ടാകുന്നത് 948 മെയ് 14 മുതലാണ്. അവിടെ മുതലാണ് ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത്. ഇസ്രയേൽ എന്ന രാജ്യത്തിന് രൂപവൽക്കരണം നടത്തുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള അക്കാലത്തെ കുബുദ്ധികളുടെ മനസ്സിലുദിച്ച ആശയമാണ്. അതിന്റെ പിന്നിൽ വിശാലമായ ഒരു ചരിത്രമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ വലിയ ഗുണ്ടയായ ഒരാൾ, എല്ലാവരും പേടിക്കുന്ന ഒരാൾ, കായികമായി കരുത്തുള്ള ഒരാൾ, നമ്മുടെ നാട്ടിൽ എല്ലാവരും പേടിക്കുന്ന ഒരാളെ കൈപിടിച്ചുകൊണ്ട് വരികയാണ്. ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല. ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും. വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന അയാളെ താമസിപ്പിക്കുന്നു. എന്നിട്ട് അയാൾക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുക്കുന്നു. അഥവാ ഈ വീട്ടുകാരനെങ്ങാനും നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നീ ആയുധങ്ങൾ ഉപയോഗിക്കുക. ആ ആയുധങ്ങളുടെ ബലത്തിൽ പിറ്റേന്ന് അയാൾ ആ വീടിന്റെ അടുക്കള പിടിച്ചെടുത്തു. അതിന്റെ പിറ്റേ ദിവസം അയാൾ വാഷ്റൂം പിടിച്ചെടുത്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ ഹാള് പിടിച്ചെടുത്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ വീടിന്റെ മറ്റുള്ള റൂമുകളൊക്കെയും പിടിച്ചെടുത്തു. എന്നിട്ട് പറയാണ് വീട്ടുകാരനോട്, നിനക്കിവിടെ ഒരു അവകാശവുമില്ല, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. നാട്ടിലെ പ്രധാനപ്പെട്ട ചട്ടമ്പിയായിരുന്നയാൾ നൽകിയ ആയുധത്തിന്റെ ബലത്തിൽ വീട്ടിലേക്ക് കുടികിടപ്പുകാരനായി കയറി വന്ന് ആ വീടിന്റെ ഓരോ മൂലയും പിടിച്ചെടുത്തെടുത്ത് അവസാനം അതിന്റെ യഥാർത്ഥ അവകാശിയെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ കണ്ണും പൂട്ടി നമുക്കതിനെ അന്യായം എന്ന് വിളിക്കാം. ഇതാണ് ശരിക്കും 10 ലക്ഷം അറബികൾ താമസിക്കുന്ന ഫലസ്തീനിന്റെ നടുത്തളത്തിൽ 948 മെയ് 14 മുതൽ നടക്കുന്നത്.
ലോകമാസകലമുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്നു. ജൂതന്മാർക്കൊരു രാജ്യം വേണം, ജൂതന്മാർക്കൊരു രാജ്യം വേണം. ജൂതന്മാർക്ക് അതിന് ചരിത്രപരമായി പല കാരണങ്ങളും ഉണ്ടാവാം. ആ കാരണങ്ങളിലൊന്നും മുസ്ലിമീങ്ങൾ പ്രതികളുമല്ല. ഞാൻ ആ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക് കിടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കടന്നു പോകാത്തതാണ്. യൂറോപ്പിന് ജൂതന്മാരെ കാണുന്നത് തന്നെ ശകുനമായിരുന്നു, ചതുർത്ഥിയായിരുന്നു. ചെറുപ്പക്കാർ, പുതിയ തലമുറ ചരിത്രം പഠിക്കാൻ പറയുകയാണ്. ഷേക്സ്പിയറിന്റെ സാഹിത്യം വായിച്ചു നോക്കൂ. ക്രൂരനായ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് ജൂതനായിരുന്നു എന്നല്ലേ ഷേക്സ്പിയർ രേഖപ്പെടുത്തുന്നത്. കഥാപാത്രങ്ങളൊക്കെയും വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ്. ജൂതന്മാരെ യൂറോപ്പിന് ഇഷ്ടമല്ല. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ, അവിടുത്തെ പരിശുദ്ധയായ മാതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന മനുഷ്യർ, ഈ ജൂതന്മാരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പോർച്ചുഗലിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജൂതന്മാർക്ക് അഭയം കൊടുത്തതും സഹിഷ്ണുതയോടെ അവരെ കൊണ്ടുപോയതും പലപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഇടം കൊടുത്തത് മുസ്ലിം രാജ്യങ്ങളാണ്. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകിയത് മുസ്ലിങ്ങളാണ്. അവിടെയാണ് ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒരിടം വേണം, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഒരിടം വേണം. പലതരത്തിലുള്ള ലോകത്ത് ചിന്നി ചിതറി കിടക്കുന്ന ജൂത സമൂഹങ്ങൾക്ക് ഒന്നിച്ചു താമസിക്കാൻ പല പ്രപ്പോസലുകളും അവരുണ്ടാക്കി. അല്ലാതെ ഫലസ്തീൻ തന്നെ വേണം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് വന്നതല്ല. അതിന്റെ എല്ലാം ഒടുവിലാണ് ഫലസ്തീനിലേക്ക് അവർ വരുന്നത്. ഫലസ്തീനിൽ അവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആയുധങ്ങൾ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന, അവിടെ ജനിച്ച, അവിടെ വീടുണ്ടായിരുന്ന, അവിടെ തൊഴിലെടുത്ത ലക്ഷക്കണക്കിന് അറബികളെ കുരുതി കൊടുത്തു. ആ അറബികളെ ആ നാട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി. നേരത്തെ ഞാൻ പറഞ്ഞ കഥ പോലെ ഒരു നാൾ വീട്ടിലേക്ക് കയറി വന്നു. ആ വീട്ടിന്റെ ഓരോ റൂമുകളും ഒരു കവലച്ചട്ടമ്പിയുടെ സഹായത്തോടെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആശീർവാദത്തോടെ ഒരു വലിയ രാജ്യത്തിന്റെ ഒരു മൂലയിൽ വന്നു ചേർന്ന ഒരു സംഘം ആളുകൾ ആ രാജ്യത്തെ ജനങ്ങളെയൊക്കെയും കൊന്നൊടുക്കുന്ന കാഴ്ച. ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി അവർ പിടിച്ചെടുക്കാൻ. ഫലസ്തീനിന് വേദനിക്കുമ്പോ വിശ്വാസിക്ക് വേദനിക്കണം. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് ആണ് നമ്മുടെ ഒന്നാമത്തെ ഖിബില. അവിടെ നിന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാപ്രയാണം ആരംഭിക്കുന്നത്. ഫലസ്തീനിന് വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു നോവണം. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഫലസ്തീനിന് വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു പൊള്ളണം. അവിടെയായിരുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഫലസ്തീനിന് വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു പൊള്ളണം. അവിടെയായിരുന്നു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസിന് നോവുമ്പോ നമുക്കുള്ളു പൊള്ളണം. അവിടെയായിരുന്നു നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാം. അവിടെയായിരുന്നു നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. അതിന്റെ ചാരത്താണ് പിറന്നു വീണത് റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് അവിടുത്തെ ഉമ്മ ജന്മം കൊടുത്ത ഇടം, ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഇന്നുണ്ട്. ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രധാനപ്പെട്ട സ്ഥലമല്ല, ലോകമാസകലമുള്ള ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഒരിടം അവിടെയുണ്ട്. ഇവന്മാർ, ഈ ജൂതന്മാർ ചോരക്കളമാക്കി മാറ്റിയ ഇടങ്ങളിൽ ഒന്നാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി. സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, അവിടുത്തെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച പള്ളി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. വർഷങ്ങളോളം അത് നോക്കി നടത്തിയത് മുസ്ലിങ്ങളാണ്. അത്ര പരിശുദ്ധമായ ഇടങ്ങൾ. ആ ഭൂമിയുടെ അവകാശം ഇവർ പറയുന്നത് പലപ്പോഴും സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുൻനിർത്തിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മൾ ആരും വിചാരിച്ചു പോകരുത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ ഫലസ്തീൻ കൊണ്ടൊതുങ്ങുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഇസ്രയേലിന്റെ മനസ്സിലുള്ള ആശയം ഫലസ്തീൻ മാത്രമല്ല. ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ ഫലസ്തീനിന്റെ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഖത്തർ ഉൾപ്പെടെ. എന്താണ് അവരുടെ മനസ്സിലുള്ള ആശയം? ഗ്രേറ്റർ ഇസ്രയേൽ. ഇന്റർനെറ്റിലൊന്ന് പരതി നോക്കൂ. അവരുടെ ആശയം റഫയോ, ഗസ്സയോ, ജെറുസലേമോ, അവിടുത്തെ ടെല്ലവീവ് നഗരങ്ങളോ മാത്രമല്ല. ഇസ്രയേലിയുടെ മനസ്സിലുള്ളത് ഈജിപ്തും ജോർദാനും അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശം. അതിലുണ്ട് മക്ക മുക്കറമ, അതിലുണ്ട് മദീന. ആ ഭാഗങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ വിശുദ്ധ ഭൂമികളെല്ലാം. ഇതെല്ലാം തങ്ങളുടേതാക്കി വെട്ടിപ്പിടിക്കണം എന്നതാണ് ആ പദ്ധതിയുടെ പേരാണ് ഗ്രേറ്റർ ഇസ്രയേൽ. ഫലസ്തീനിൽ ഒതുങ്ങുന്ന പ്രശ്നമൊന്നുമല്ല ഫലസ്തീനിൽ നടക്കുന്നത്. സയണിസത്തിന്റെ മനസ്സിലുള്ള ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം, അത് നമ്മുടെ മക്കയെ തൊടുന്ന ആശയമാണ്, മദീനയെ തൊടുന്ന ആശയമാണ്, നമ്മുടെ വിശുദ്ധ ഭൂമികളെ പിടിച്ചെടുക്കുന്ന ആശയമാണ്.
സിറിയയെ, ലബനാനിനെ, ജോർദാനിനെ, ഈജിപ്തിനെ, ഇറാഖിനെ, ഇറാനിനെ, ഇതിനെയൊക്കെ തൊടുന്ന ആശയാണ് അതിനവർ മുന്നിൽ വെക്കുന്നത്. ഇവിടെ കൂടിയെല്ലാം, ഈ പ്രദേശത്തു കൂടിയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ആശയത്തിന്റെ വിശാലത ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇവിടെ കൂടിയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന്റെ മറുപടി ഖുർആൻ എത്രയോ മുമ്പേ പറഞ്ഞു. ഫലസ്തീനിന്റെ മണ്ണ് ചോദിച്ചൊരു യഹൂദിയും അങ്ങോട്ട് വണ്ടി കയറേണ്ടതില്ല. മാഖാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, ഇബ്രാഹിം അവിശ്വാസിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം മുസ്ലിമായിരുന്നു. ആരാധ്യനായ റബ്ബിനെ ആരാധിച്ച തൗഹീദിന്റെ വിളിയാളങ്ങൾ ലോകത്ത് വിളംബരം ചെയ്ത നേതാവാണ്. ആലോചിച്ചു നോക്കൂ, ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് ശാന്തമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ച് അവരുടെ ജീവിതവും അവരുടെ വീടുകളും ഫലസ്തീനിൽ നിന്ന് നിറകണ്ണുകളോടെ വീട് പൂട്ടിപ്പോയി പല രാജ്യങ്ങളിലും താമസിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ വീട് എവിടെയാണ്? അവരുടെ സ്ഥലങ്ങൾ എവിടെയാണ്? ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് ഫലസ്തീൻ വിസ അടിച്ചിട്ട് ആ രാജ്യത്തേക്ക് വന്നവരാണ്. പിന്നീട് അവർ ആ രാജ്യത്തിന്റെ അവകാശികളായി മാറുകയായിരുന്നു. എന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ കൂടെയുള്ളവർ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകളഞ്ഞു. ആലോചിച്ചു നോക്കൂ, ഒരു മലാല യൂസുഫ്സായി എന്ന പാകിസ്ഥാൻകാരിയായ പെണ്ണിനു നേരെ ഒരു വെടിയുതിർത്തപ്പോ ലോകം മുഴുവനും ചർച്ച ചെയ്തു. ഫലസ്തീനിന്റെ മണ്ണിലിതാ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പിഞ്ചോമന മക്കൾ പിടഞ്ഞു വീണിരിക്കുന്നു. എന്തുകൊണ്ടാണ് അനങ്ങാൻ കഴിയാത്തത്? മലാല യൂസുഫ്സായി എന്ന പെണ്ണിനു നേരെ ഉതിർത്ത വെടിയുണ്ട അവളെ കൊണ്ടു നിർത്തിയത് UN-ലാണെങ്കിൽ ഇതാ പതിനായിരക്കണക്കിന് പിഞ്ചോമന മക്കളുടെ ശവശരീരം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്തത്? പിടഞ്ഞു വീണു മരിച്ച ലോകമെന്താണെന്നറിയാത്ത പാവങ്ങളായ കുഞ്ഞോമന മക്കൾ. ലോകത്ത് പലതിനും അവകാശങ്ങൾ പറയുന്നവരില്ലേ? ഇവിടുത്തെ ചെടികൾക്ക് അവകാശമുണ്ട്, ഇവിടുത്തെ ഭൂമിക്ക് അവകാശമുണ്ട്. നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, കടലിന് വേണ്ടി പോരാടുന്നവരുണ്ട്, മരങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, പക്ഷികൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. ഈ ലോകത്തെ പലതിനു വേണ്ടിയും അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുന്നവരുണ്ട്. നായകൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇസ്രായേൽ കൊന്നുതള്ളിയത് 60,000 മനുഷ്യരെയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് നാവുകൾ ഉയരാത്തത്? 60,000 മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയതിന്റെ ചിത്രം ആധുനിക ലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ഇരട്ടത്താപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല, ജപ്പാനെയും പങ്കെടുപ്പിച്ചില്ല. എന്തായിരുന്നു കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടു എന്നതിന്റെ പേരിൽ 1948 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ 2 രാജ്യങ്ങളെ വിലക്കി. 1920-ലും 24-ലും ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ജർമ്മനിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 1992-ൽ അന്നത്തെ ഒളിമ്പിക്സിലോ അന്നത്തെ കായിക മത്സരങ്ങളിലോ ഒന്നും ഇടപെടാൻ യൂഗോസ്ലോവാക്യ എന്ന രാജ്യത്തിന് അവസരം കൊടുത്തില്ല. കാരണം അവരുടെ നാട്ടിൽ നടന്ന, സെർബിയയിൽ നടന്ന കലാപങ്ങളും വംശഹത്യകളുമായിരുന്നു അതിന്റെ കാരണം. ഈ തൊട്ടടുത്ത് 2022-ൽ ലോകകപ്പിൽ റഷ്യ പങ്കെടുത്തില്ല. ഫിഫ ലോകകപ്പിൽ റഷ്യക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. 2022-ലെ ലോകകപ്പിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയത് എന്തിനാണ്? ഉക്രൈനുമായി യുദ്ധം ചെയ്തു എന്നതിന്റെ പേരിലാണ്. 948 മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഇസ്രായേലിനെ എപ്പോഴെങ്കിലും ഒരു തവണ ഏതെങ്കിലും ഒരു ലോകവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കാൻ, മനസ്സിലാക്കാൻ പറയാം. പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമില്ലേ? യഹൂദികൾക്കാണ് നിങ്ങളോട് ഏറ്റവും അധികം വൈരാഗ്യമുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ലോകത്തെ എല്ലാ നീതിയും ന്യായവും ഇസ്രായേലിന്റെ മുമ്പിൽ മാറി നിന്നു. അന്നു മുതൽ എഴുതപ്പെട്ട ഏതെല്ലാം കരാറുകളുണ്ടോ അവയൊക്കെയും ലംഘിച്ചു കളഞ്ഞു. നമ്മുടെ രാജ്യം എല്ലാ കാലവും ഫലസ്തീന്റെ കൂടെയായിരുന്നു. കാരണം ന്യായം അങ്ങനെയാണ് എന്നറിയാവുന്നത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കാലവും മനുഷ്യർക്ക് അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ, മനുഷ്യർക്ക് ഫലസ്തീനിന്റെ കൂടെ നിൽക്കാനേ കഴിയൂ. നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾക്ക് ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവര് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ കൂടില്ലായിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടെ ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. മനുഷ്യർക്കു വേണ്ടി ലോകം മുഴുവനും ശബ്ദിക്കുന്ന ഒരവസരത്തിൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക.
നമ്മുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ ആ നാടിനു വേണ്ടി നൽകുക. നമ്മുടെ ഹൃദയമറിഞ്ഞ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തും വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല വിധി എടുത്ത സമയത്താണ് വന്നത്. സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി ആശ്വാസമാണെന്ന് പറയാമെങ്കിലും അതിന്റെ പിന്നിലും ചില കുതന്ത്രങ്ങളുണ്ട്. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്. വളരെ രസകരം എന്താണെന്ന് ചോദിച്ചാല്, വഖഫ് സ്വത്തുകൾ കൊള്ളയടിക്കാൻ സോളിസിറ്റർ ജനറൽമാരിൽ ഒരാൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് കോടതിയിൽ ഓതിയത്. അവിടെയും നമുക്ക് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കരുത്. കാരണം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വന്ന വിധികളെ ആഴത്തിൽ വായിക്കുന്ന സമയത്ത് അതൊരാശ്വാസമായിട്ട് തോന്നുമെങ്കിലും അതിൽ പലതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുക. ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സന്തോഷിപ്പിക്കുക. എന്നെ കൊണ്ട് എങ്ങനെയെല്ലാം എൻ്റെ നേതാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ, അതൊരു സുബ്ഹാനല്ലാഹയാണെങ്കിലും, ഒരു അൽഹംദുലില്ലാ എന്നതാണെങ്കിലും, ഒരു അല്ലാഹു അക്ബർ ആണെങ്കിലും, എൻ്റെ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ആ നേതാവ് തുഅറദു അലയ്യ, അവിടുന്ന് കാണുകയും ഹമിത്തുല്ലാ, അള്ളാഹുവിന് ഹംദ് ചെയ്യുകയും ചെയ്യും. എന്നെ എൻ്റെ നേതാവ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടണം എന്ന ചിന്ത വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റിയ ധാരാളം സുന്നത്തുകളുണ്ട്. പുഞ്ചിരിക്കൂ, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. ലെറ്റ്സ് സ്മൈൽ, ഇറ്റ്സ് സുന്ന. പുഞ്ചിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളിൽപ്പെട്ടതാണ്. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. സുഗന്ധം പൂശുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു 10-50 സുന്നത്തുകൾ വളരെ നിസാരമായി നമുക്ക് ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയും. പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ 1500-ാമത്തെ മീലാദാണല്ലോ നമ്മൾ ആഘോഷിച്ചത്. 1600 ആകുമ്പോൾ ഈ പള്ളിയിലുള്ള ഒരാളുണ്ടാവാൻ സാധ്യതയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. പക്ഷേ സത്യം അതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ 1600-ാമത്തെ മീലാദിൽ നമ്മൾ ആരും ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി സുന്നത്തുകൾ പരമാവധി പാലിച്ചുകൊണ്ട് നമ്മെക്കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും ഒക്കെ നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനെല്ലാം അവസരം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ.